ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഒരുക്കിയെടുത്ത സുഗന്ധദ്രവ്യവുമായി മഗ്ദലക്കാരത്തി മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറവാതിക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. 3-ാം ദിവസം യഹൂദന്മാരുടെ നിയമപ്രകാരം ഒരാളുടെ മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് പോലും അവിടെ ഇല്ല, അവിടെ ഒന്ന് പോയി എന്ന് 3 ദിവസം വരെ ഇവിടെ ഉണ്ടാകും, പിന്നെ പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ എൻ്റെ യേശു കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ഞാൻ ഈ സുഗന്ധദ്രവ്യം പൂശും, എനിക്ക് ഈ സുഗന്ധദ്രവ്യം അവൻ്റെ മേൽ, അവൻ്റെ ശരീരത്തിന് മേൽ ഒഴിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടൊരു ഹൈ റിസ്കിൽ ഭവനത്തിൽ നിറങ്ങിത്തിരിച്ചൊരു സഹോദരിയാണ് മഗ്ദലക്കാരത്തി മറിയ. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും മറ്റുള്ളവർ കാണേണ്ടതിന് വല്ലതും ചെയ്യണം. അതല്ല ഞാൻ ചെയ്യുന്നത്, ആ അനുഭവം കിട്ടുന്നയാളെങ്കിലും അറിയണം. അതായത് യേശു കർത്താവിനെ സുഗന്ധദ്രവ്യം പൂശുവാൻ കടന്നു ചെല്ലുമ്പോൾ ഈ യേശുവെങ്കിലും അറിയണം ഞാൻ ഈ ചെയ്തത്. 4 മനുഷ്യരോടെ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെയുള്ളതായ ഒരു ചിന്തയല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നത്. എന്നാൽ മരിച്ച ശരീരത്തിൻ്റെ മേൽ യേശു അവിടെ അറിയുന്നെന്ന് ഇവൾ അറിയുന്നില്ല. അവിടെ കാണുവാൻ പ്രത്യേകമായ ആരെയും ഇവൾ പ്രതീക്ഷിക്കുന്നുമില്ല. യേശുവിനോടുള്ള ഇവിടെ ആഴമേറിയ സ്നേഹവും ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറവാതിക്കലേക്ക് നടക്കുവാനും ആ ശരീരത്തിന്മേൽ ഈ സുഗന്ധദ്രവ്യം പൂശുവാനും ഇവൾ ഉത്സാഹമുള്ളവളായി മാറി. അവിടെ കടന്നു ചെന്നപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അനുഭവമാണ്. യേശുവിൻ്റെ ശരീരം പോലും അവിടെ ഇല്ല. 2 പുരുഷന്മാർ കല്ലറവാതിക്കൽ ഇരിക്കുന്നതും കല്ലറ തുറന്നിരിക്കുന്നതും കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതുമായ ഒരു അവസ്ഥയെ കണ്ടിട്ട് ഇനി എന്ത് പ്രത്യാശ, മടങ്ങിപ്പോരാം എന്നല്ല അവൾ വിചാരിച്ചത്. കല്ലറവാതിക്കൽ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. എൻ്റെ ഗുരുനാഥനെ എവിടെ വെച്ചു, അവൻ്റെ ശരീരം എവിടെ വെച്ചു എന്ന് എന്നോട് പറഞ്ഞു തരണം. അത് ആരെടുത്തുകൊണ്ടുപോയി എന്ന് എനിക്ക് അറിയണം. ആ വലിയ ആഗ്രഹത്തിൽ നിന്ന് മറിയയ്ക്ക് വേണ്ടി ഇതാ ജീവനുള്ള കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഴമേറിയ ദൈവസ്നേഹം അപ്പം തിന്നുമ്പോഴും അത്ഭുതം കാണുമ്പോഴും മാത്രമല്ല ദൈവത്തോടുള്ള സ്നേഹം. അപ്പമില്ല എന്നും അത്ഭുതങ്ങളെ ഇനിയും പ്രവർത്തിക്കുവാൻ അവനില്ല എന്നും അവിടെ ഇല്ല എന്നും തോന്നിയ സമയത്തും ഈ പ്രിയ സഹോദരി പ്രതീക്ഷയില്ലാത്ത കല്ലറയിലേക്ക്, കല്ലറവാതിക്കൽ ആരും പ്രതീക്ഷയുമായിട്ടല്ല പോകുന്നത്, പ്രതീക്ഷയില്ലാത്ത കല്ലറയിലേക്ക് പോകുകയാണ്. അവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്തു. ആഴമേറിയ നിന്റെ ദൈവസ്നേഹം നിന്നെ ഒരു അത്ഭുതത്തിലേക്ക് നടത്തും. പ്രതീക്ഷയില്ലാത്ത ഒരത്ഭുതം നിന്നെ കാണുവാൻ കാരണമാക്കുന്നത് നിന്റെ ആഴമേറിയ ദൈവസ്നേഹമാണ്. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കണമെന്നുള്ള നിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത അറിഞ്ഞിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രതീക്ഷയില്ലാത്ത ചിലത് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ.